ആഘോഷിക്കുന്ന ദേശീയ ഉത്സവം തുടങ്ങാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിന്റെ ടിക്കറ്റുകൾ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു, വിശ്വസിച്ചോട്ടെ. പ്ലാൻ മാറ്റിയോ? രണ്ടുപേരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആരാത്? ആരാന്നറിയില്ല. നീ വണ്ടി എടുത്ത് ടണലിന്റെ അപ്പുറത്തേക്ക് വന്നേക്ക്. ഞാൻ പോരാ. ഗുഡ്. കുഞ്ഞ് കറക്റ്റ് പൊസിഷനിലാണുള്ളത്. ആ സ്കാൻ കോപ്പി കിട്ടുമോ ഡോക്ടർ? ഷുവർ. റിപ്പോർട്ട്സ് അയക്കുമ്പോൾ അതിന്റെ കൂടെ മെയിൽ ചെയ്തേക്കാം. ഓക്കെ.
I saw your test results. So, this is your second visit, right? യെസ് ഡോക്ടർ. മലേഷ്യയിൽ വന്ന അടുത്ത ദിവസം തന്നെ ഇവിടെ കൺസൾട്ടേഷന് വന്നു. Report says your blood pressure is in borderline. കുറച്ചു കൂടുതലാണ്. But don't worry. Just be little careful, okay? എനിക്കിവിടെ മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു തരുമോ? ഒന്നുമില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നാ പറഞ്ഞേ. Nothing to worry. Physical activities അധികം വേണ്ട. നന്നായി റെസ്റ്റ് എടുക്ക. പിന്നെ മെഡിസിൻസ് മറക്കാതെ കൊടുക്കണം. sure. വീട്ടിലെ മുതിർന്നവരില്ലേ നോക്കാൻ? ആം, ഇല്ലെങ്കിൽ സാറ് നോക്കിക്കോളും. ആൻഡ് വൺ മോർ തിങ്, ഇനി അങ്ങോട്ട് കുറച്ച് ട്രാവൽ അവോയ്ഡ് ചെയ്യണം, ഓക്കെ? yeah, okay. അതിന് പേടി വേണ്ട. മലേഷ്യയിൽ വന്നിട്ട് 10 ദിവസമായിട്ട് ഇദ്ദേഹം എന്നെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരേ ഒരു സ്ഥലം നിങ്ങളുടെ ക്ലിനിക്ക് മാത്രം. സോ ഹൗ ഇസ് കെയർ? പുതിയ ജോലി എങ്ങനെയുണ്ട് വാസു? കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ ജോലിയൊക്കെ ഒന്ന് പരിശീലിച്ച് വരുന്നതേ ഉള്ളൂ. ബട്ട് വേഗം ശരിയാവും. They given you a guest house, right? ഗസ്റ്റ് ഹൗസ് ഈസ് അമേസിംഗ്. ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് വാ. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് അല്ലേ? യെസ് ഡോക്ടർ, ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഒരു ദിവസം വീട്ടിലേക്ക് വാ. Sure. ഓക്കെ. So, do you have any specific dates in mind? We can fix it. You know it, right? ഏതെങ്കിലും നല്ല ദിവസം നോക്കണമെന്നുണ്ടോ? നോ ഡോക്ടർ, ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. Good. That's better. So, until next visit, ഉത്തരവാദിത്തത്തോടെ you should take care of your girl. Both the girls, Vasu. See you then. Sure. താങ്ക് യു. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആണോ ഡോക്ടറുമായിട്ട്? ഞാനില്ലാതെ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഏയ് ഛേ, സ്കാൻ കോപ്പി വേഗം കിട്ടാൻ വേണ്ടി അങ്ങനെ സംസാരിച്ച്. അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ തരുമല്ലോ. ശരി, വണ്ടി ഒന്ന് പോവാം. അതെ, ട്വിൻ ടവർ കാണാൻ പോയാലോ നമുക്ക്? 1.5 മാസം കഴിഞ്ഞ് 3 പേർക്ക് ഒരുമിച്ച് പോയി കാണാം. വാ. വെറുതെ എൻ ജീവനിലാൽ നീ വന്നുവെന്നോ, കൺമണിയെ നീ എനിക്കായി ഒന്നു ചേർന്നെന്നോ, നിന്നരികിൽ ഞാനിരിക്കും ഏതൊരു നാളും, ഉച്ചി മുതൽ പാദം വരെ തെന്നലായി വീശും, ദിനവും 1000 വട്ടം കണ്ടു കഴിഞ്ഞാലും ഇന്നും കാണുവാൻ നിന്നെ തേടും മനമെങ്ങും. താരമേ താരമേ വാ, വായൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ വാ. വിണ്ണും മണ്ണും മാടും നിന്റെ മായക്കണ്ണീരാലേ, മായാലക്ഷ്മി പിറക്കുമേ എന്നാവിന്നേരാലേ, ആയുർരേഖ പൂർണ്ണമായി തെളിയുമാ കയ്യിൽ, ആഴം വരെ വാഴുമുണ്ണി സ്നേഹത്തിനുള്ളിൽ. എന്നീ ഉലകമൊന്നായി ഉടഞ്ഞു പോയാലും അന്നും നിന്റെ തുണയ്ക്കായി എന്റെ കരം നീട്ടും. താരമേ താരമേ വാ, വായൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ. താരമേ താരമേ വാ, വായൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ വാ. എന്നഴകിൽ മേലെ ആരും കണ്ണുവെക്കാതെ, മൊഞ്ചുമുഖമൊരു നൊടിയും വാടിപ്പോകാതെ, നീ നടക്കും നേരം നിഴൽ തറയിൽ വീഴാതെ, നിന്നിടലിൽ എൻ്റെ ഉടൽ ചേർത്തു മാറാതെ, നിന്നെ കണ്ടിരിക്കാം കണ്ണടയ്ക്കാതെ, നിന്നെ തൊട്ടിരിക്കാം രാവുറങ്ങാതെ. ഓ താരമേ താരമേ വാ, വായൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ. താരമേ താരമേ വാ, വായൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ വാ.
എന്തായാലും നമ്മളിവിടെ സെറ്റിലായി. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടോണ്ടല്ലേ കല്യാണം കഴിച്ചേ? ലൂസ്, ഞാൻ വീടിന്റെ കാര്യം ചോദിച്ചേ. സോറി ഇരിക്കേ. എന്തിനാ എഴുന്നേക്കുന്നേ? വിശക്കുന്നുണ്ട് എനിക്ക്. ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. അത് നിന്റെ മോള് മുഴുവൻ തിന്ന് തീർത്ത് കളഞ്ഞില്ലേ? നൗ ഐ എം ഹംഗ്രി. പാല് കൊണ്ടുവരട്ടെ? ഡ്യൂട്ടിക്ക് പോകാൻ ഇല്ല സമയം. വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വായ്? നീ പോയി കഴിഞ്ഞാ പിന്നെ ആര് കൊണ്ടുതരും എനിക്ക്? ഞാൻ ഇവിടെ ഉള്ളപ്പോ I'll do it. നീ ഇല്ലാത്തപ്പോ? That's why I go for a night shift. നൈറ്റിലെന്താ എനിക്ക് വിശക്കില്ലേ? അപ്പൊ മോളെ ആരാ ശ്രദ്ധിക്ക? അതിന് നീ ഉണ്ടല്ലോ. നിന്റെ മോക്ക് ഞാനുണ്ട്, എനിക്കോ? എന്റെ ശരീരം മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടാവും, മനസ്സ് മുഴുവൻ ഇവിടെയാ. പോടാ, മനസ്സ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ചുമ്മാ സിനിമ ഡയലോഗും പറഞ്ഞോണ്ട്. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങുമ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോവാം. എഴുന്നേൽക്കുമ്പോഴേക്കും I'll be back. ഇവിടെ രാത്രി ഉറങ്ങാൻ വിട്ടാലല്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് വാസു. ഡോക്ടർ പറഞ്ഞ പോലെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആരാ ഉള്ളത്? ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ ലീവ് എടുക്കാം. നിനക്കറിയാലോ, ഐ കാൻ ടേക്ക് ലീവ്. നിനക്ക് മനസ്സിലാവുന്നില്ലേ? രാത്രി തനിച്ചിരിക്കുന്നത് എനിക്കും കഷ്ടമാ. എന്ത് ചെയ്യാൻ? ടുഡേ ഐ സീരിയസ്ലി ആസ്ക് ഫോർ ലീവ് 2 മാസത്തേക്ക്. ദാറ്റ്സ് എ സ്റ്റുപ്പിഡ് ഐഡിയ. പിന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ? ധൈര്യമായിട്ട് വിളിച്ചോ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വേഗം വരാൻ നോക്കാം. എന്താ? ഒന്നുമില്ല. ഞാൻ വിളിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. ഞാൻ വിളിച്ചാലും അത് തന്നെയാ. സോ നീ അമ്മയോട് സംസാരിക്കില്ല? ഞാൻ സംസാരിക്കും. എനിക്ക് എല്ലാവരും വേണം. യു നോ അബൌട്ട് മീ. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അപ്പൊ ദേഷ്യം ഇനിയും പോയിട്ടില്ല? പ്ലീസ് ആതിര, പ്ലീസ് വന്നിട്ട് സംസാരിക്കാം. ഒരുപാട് ലേറ്റായി. സമയത്തിന് പോയില്ലെങ്കിൽ സൂപ്പർവൈസർ നന്നായിട്ട് വഴക്ക് പറയും. I'll go to the office and I'll see. I'll give her a call. Bye. നിങ്ങളായിരുന്നോ? ഞാനും ചോദിക്കുന്ന അതാ, എവിടെ നിങ്ങളുടെ ഡോക്ടർ? പീഡിയാട്രിക് വാർഡിലേക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. എന്നെ അന്വേഷിച്ചാ ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി പുറത്ത് ക്ലിനിക്ക് നടത്തുന്നത് തെറ്റല്ലേ? തെറ്റ് തന്നെയാ. വീടിനടുത്തുള്ള പാവപ്പെട്ട ഒരു പനിയും ജലദോഷാന്നൊക്കെ പറഞ്ഞു വരും. അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മെഡിസിൻ മേടിച്ചിട്ട് എന്താ പ്രയോജനം? എന്താ മെഡിസിൻ? തെറ്റിന്റെ പുറത്ത് തെറ്റാ ചെയ്യുന്നത് സിസ്റ്റർ. സിസ്റ്റർ ഒന്ന് വിളിക്കാതെ, കുമുദം. ഇതാരാ? പേരൊന്നുമില്ലാതെ. 3ാമത്തെ ബെഡ്. ആക്സിഡന്റ് കേസാ. തലയിലും വയറ്റിലും പരിക്കുണ്ട്. സ്റ്റിച്ചിട്ടിട്ട് സഡേഷൻ കൊടുത്തിരിക്കാ. നോയിക്കോണേ. പോലീസ്? ആ, അവർ തന്നെയാ കൊണ്ടുവന്നത്. ബോധം വന്നാൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേ, മറക്കണ്ട. ഓക്കെ. ഇവിടുന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവിടെ സിഗ്നൽ കിട്ടില്ല. ആ കോർണറിലേക്ക് പോയാൽ മതി. അത്യാവശ്യം റേഞ്ച് ഉണ്ട്. വരട്ടെ. നേഴ്സ് അവിടെ. ഡോക്ടർ? ആ കുമുദോടെയൊന്ന്. അവർ പോയി ഡോക്ടർ. അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ ആരോടും പറയാതെ പോയാ? ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു. സോ എൻ്റെ അടുത്ത് പറയണം. ഇവിടെ എല്ലാ ജോലിയും എൻ്റെ തലയിലാണ്.
എനിക്ക് പിന്നെ 10 കൈയുണ്ടല്ലോ. എന്താ? ഒന്നുമില്ല. നിങ്ങൾ പോകുമ്പോഴേ എന്നോട് പറയണം. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകരുത്. ഡോക്ടർ? ഹലോ ഡോക്ടർ? Hey, move. അല്ല, ശ്വാസം കിട്ടാതെ എന്ത്? പെടയായിരുന്നു. എന്നെ വിളിക്കണ്ട നിങ്ങൾ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ അതിനെല്ലാത്തിനും ഞാൻ മറുപടി പറയണം. നിങ്ങളോടാരും ചോദിക്കാൻ പറ്റില്ല. ഹി വാസ് വെയറിങ് എ വൈറ്റ് കോട്ട്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ വന്ന വിചാരിച്ചേ. ഓക്കെ. സോ ആ വൈറ്റ് കോട്ടിട്ട ആളെ പറ്റി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ തരാൻ പറ്റുമോ? ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഇദ്ദേഹം ശ്വാസം കിട്ടാതെ പെടയായിരുന്നു. സോ അതാ ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ കൊറിഡോർ വരെ ഞാൻ ഫോളോ ചെയ്ത് നോക്കി. അയാൾ വളരെ ഫാസ്റ്റ് ആയിട്ടാ പോയത്. ആരാന്നറിയോ? ഇല്ല സർ. അറിയില്ല. ഇന്നലത്തെ ബൈക്ക് ആക്സിഡന്റാ. നോ ഐഡീസ് ഓൺ ഹിം. ഞാൻ ട്രാഫിക് പോലീസ് അഡ്മിറ്റ് ചെയ്തത്. വെന്റിലേറ്റർ ഡിസ്കണക്ട് ആയി കിടക്കായിരുന്നു. ഞാൻ ഉടനെ ശരിയാക്കി. കൺകഷൻ, കൺഫ്യൂഷൻ ആൻഡ് ഡീപ് കട്ട് ടു ദ അബ്ഡമൻ. തലയ്ക്ക് പരിക്കുണ്ട്. സോ മയക്കത്തില്ല. പിന്നെ വയറ്റിലൊരു കട്ട്. കത്തി കൊണ്ടാണോ? അറിയില്ല. ചിലപ്പോൾ ആക്സിഡന്റിൽ സംഭവിക്കാം. ആക്സിഡന്റിന്റെ കത്തിക്കൊണ്ടുള്ള കട്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഡോക്ടർ? മുറിവ് കുറച്ച് ആഴത്തിലുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഒബ്സർവേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. എപ്പം മയക്കം തെളിയും? വി നീഡ് ടു ക്വസ്റ്റ്യൻ ഹിം. സെഡേഷൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ഫിംഗർ പ്രിന്റ്സ് ഒക്കെ എടുത്തോ? യെസ്. നവീൻ, മാം. നമ്മുടെ ഒരാളെ ഇവിടെ നിർത്തിയേക്ക്. മയക്കം തെളിഞ്ഞാൽ ഉടനെ എന്നെ അറിയിച്ചിരിക്കണം. ഷോ. എൽവിൻ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. എന്തെങ്കിലും വിവരം കിട്ടിയ എന്നെ അറിയിക്കുക. ഓക്കെ സർ. ഇതാ എൻ്റെ നമ്പർ. ഇന്നലെ രാത്രി വന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വന്നാൽ മടിക്കാതെ ഉടനെ എന്നെ ഫോൺ ചെയ്യണം. ഓക്കെ. ഞാൻ നവീൻ. പറഞ്ഞ പോലെ. ഓക്കെ സർ. ഡു ഇറ്റ് ഐ സേ. ശരി. എൻ്റെ പെർമിഷനില്ലാതെ പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. പേഷ്യന്റ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയാലും നിങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ? അധികം സ്മാർട്ടാണെന്ന് സ്വയം വിചാരിക്കണ്ട. താനിതൊരു പെർമനൻ്റ് ആയിട്ടില്ല ഇവിടെ. അതോർത്തോ. അത് ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. അതുവരെ ഇവിടെ എന്ത് നടന്നാലും ഞാൻ ഉത്തരം പറയേണ്ടത്. യു ആർ ഡൺ ഫോർ ദ ഡേ. യു ക്യാൻ ലീവ് നൗ.
എന്നെ വിളിക്കായിരുന്നില്ലേ? നീ പോയി റെസ്റ്റ് എടുക്ക. വേണ്ട പോ, ആതിര. പ്ലീസ് പോ. ഇന്ന് ഹോസ്പിറ്റലിൽ എന്താ നടന്നെന്നറിയോ? ഓയ്, പറ. സാറാണ് ഹീറോ. ഒരു വലിയ അപകടത്തെയാ ഒഴിവാക്കി വിട്ടത്. ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ വെച്ച് കൊല്ലാൻ നോക്കി. ആളാണെങ്കിൽ സെഡേഷനിലായിരുന്നു. ഞാനവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അയാളിപ്പോ യമലോകത്ത് എത്തിയനെ. പിന്നെ പോലീസൊക്കെ വന്ന് അന്വേഷിച്ച് വലിയൊരു സീനായി. അപ്പൊ നീ അമ്മയ്ക്ക് ഫോൺ ചെയ്തില്ല? ആതിര, സംസാരിക്കാം. ഞാനൊന്നും ചെയ്തില്ല. നീ എവിടെയാ ഉള്ളത്? ആതിര, ആതിര. ഡോക്ടർ, ഞാൻ പറയുന്നേ ഏയ്, ആരാ നീ? ഇന്നലെ രാത്രി ഒരു പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിയില്ലേ? ബെഡ് നമ്പർ 305. അയാളെ പുറത്തു കൊണ്ടുവരണം. ആരും അറിയാൻ പാടില്ല. എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഏയ് ആതിര, അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ആ പേഷ്യന്റിനെ പുറത്തു കൊണ്ടുവരാം. പോലീസിൽ എങ്ങനെ വിവരം അറിയിച്ചാ ഇവിടെ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. വേണ്ട, പ്ലീസ് പ്ലീസ്, ഞാൻ ചെയ്യാം. ഇനി ഞാൻ നിന്നെ വിളിക്കുമ്പോ അയാൾ പുറത്തുണ്ടാവണം. നിനക്ക് 3 മണിക്കൂർ സമയമുണ്ട്. ഹലോ, ഡിപ്പാർട്ട്മെന്റിന് ഒത്തിരി പ്രഷറുണ്ട് ഈ കേസിൽ. ഇറ്റ്സ് എ വെരി ബിഗ് കേസ്. വലിയ വലിയ ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എല്ലാ എവിഡൻസും കളക്ട് ചെയ്യും. പ്രസ് എപ്പോഴും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഗെറ്റ് ഓൾ ദി എവിഡൻസ് ആൻഡ് ഇൻഫോം മീ ആസ് ഏർലി ആസ് പോസിബിൾ. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഒരു കാരണവശാലും സമയം പാഴാക്കരുത്. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ പറഞ്ഞ ഫയൽ എന്താ നമ്മുടെ ചീഫ് വിൻസെന്റ് കൂടെ പോയത്? ടവർ മർഡർ വിൻസെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഏയ്, ജോലി നോക്ക്. ആ ഫിംഗർ പ്രിന്റ്സ് ക്ലീൻ ചെയ്തായിരുന്നോ? ഇപ്പോഴാണ് ഇപ്പം തന്നെ എടുക്കാം. ഉടനെ വേണം. ഐ വോണ്ട് ഇറ്റ് റൈറ്റ് അവേ. ഷുവർ. എന്താ എല്ലാ വലിയ കേസുകളും വിൻസെന്റ് അടുത്ത് പോകുന്നത്? വിൻസെന്റിന്റെ കണക്ഷൻസ് അങ്ങനെയാ. ഒരു കേസ് സോൾവ് ചെയ്യാൻ ഏത് എക്സ്റ്റെന്റ് വരെയും പോകുന്ന ആളാ. അങ്ങേര് ചെയ്യുന്ന ജോലിയൊന്നും നമ്മുടെ ബോസ് ചെയ്യില്ല. സോ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് തെറ്റ്. മേ ബി ചീഫിന് 4 ഭാഗത്തുനിന്നും പ്രഷറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ കേസ് സോൾവ് ചെയ്യണം. സോ നമ്മൾ പോയി ജോലി നോക്കുന്നു. ചെല്. ഏയ്, ക്രിമിനൽ ഫയൽസ് എല്ലാം നോക്കണം. പറയാൻ പറ്റില്ല.
നിങ്ങളോട് വരാൻ പറഞ്ഞാൽ വരണം, അത്ര തന്നെ. അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇത് നോക്ക്, കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റാണ്. പക്ഷെ സ്റ്റിൽ നീ ഇങ്ങ് വരണം, വന്നേ പറ്റൂ. ഞാനങ്ങോട്ട് തിരിച്ചു വിളിക്കാം. I need to take him for X-ray. Excuse me, madam. We got something. No, I'll manage. അല്ല, ഞാൻ കൂടെ ഉണ്ടാവണം. So what will we go to now? പേര് KK കടമ്പൻ മൈക്ക് സുന്ദരം ഹുസൈൻ സദാ ഇമ്പൻ എക്സെട്ര. അവസാനം റെക്കോർഡായ പേര് KK ആ. KK എന്ന് വെച്ചാ? ഇറ്റ്സ് ജസ്റ്റ് KK. കാർത്തികേയൻ, കുമരൻ, കെവിൻ, കബീർ, കെനഡി എന്ത് വേണേലും ആവാം. അതാണ് KK. അവസരത്തിലേക്ക് മാറാം. ഏത് ഫ്ലോറാ? 12th. നമ്മുടെ ആൾക്കാരോട് അലയോട്ടായിട്ട് നിൽക്കാൻ പറ. ഞാൻ വരുന്നവരെ ആരും അവിടെ നനങ്ങരുതെന്ന് പറയണം. ഓക്കെ. എന്തു പറ്റി? ഒന്നുമില്ല. ഡോറിലിടിച്ചതാ. ഹലോ, എക്സ്റേ എടുക്കാൻ പോവാ. ഓക്കെ, താഴേക്ക് പോകും, വാർഡിലേക്ക്. സ്മഗ്ലിംഗ്, മോഷണം, കൊല. ഓൾ സസ്പെക്റ്റഡ് ബട്ട് നോട്ട് കൺവിക്റ്റഡ്. തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വെരി ഇന്റലിജന്റ്. ആംസ് കൊണ്ടുപോയ പോലീസ് വണ്ടി അറ്റാക്ക് ചെയ്തതിന് 2007 to 2012 5 വർഷം കഠിന തടവ്. വെളിയിൽ വന്നതും വീണ്ടും തുടങ്ങി. വലിയ ഗാങ്സ്റ്റേഴ്സ്, അണ്ടർവേൾഡ് കണക്ഷൻസ്, വലിയ ഡിമാൻഡുള്ള ആളാ. അതവന്റെ ജോലിക്ക് അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജോലിക്കോ? യെസ്, സർപ്രൈസസ്. ഹി വാസ് ട്രെയിൻഡ് അണ്ടർ അവർ ഓൺ സ്റ്റാഫ്. നമ്മുടെ കമാൻഡോസിൽ വെച്ച് നമ്പർ 1 ആണ്. കുറച്ചുനാൾ അണ്ടർ കവർ, ടേൺഡ് ഇൻ ടു എ ഡബിൾ ഏജന്റ്. ഡബിൾ ഏജന്റോ? യെസ്, റെക്കോർഡ്സിൽ അങ്ങനെയാ ഉള്ളത്. എക്സ്പേർട്ട് ആൻഡ് സേഫ് ബ്രേക്ക് ഇൻ ടു. അത് പല പ്രാവശ്യം പുള്ളി തെളിയിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നിരിക്കുക. എന്തിനാന്നറിയില്ല. ദാറ്റ് സൗണ്ട്സ് വെരി ഡേഞ്ചറസ്.
വിൻസെന്റിന് തീർക്കാൻ പറ്റാത്ത കേസുകളിൽ ഒന്നായത്. യെസ്, വിൻസെന്റിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മളത് നടത്തും. സിറിഞ്ചിൽ എന്ത് മരുന്ന? ആരാ നീ? ഇതേതാ സ്ഥലം? ഹോസ്പിറ്റൽ. നോക്ക്, നീ ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വൈഫിനെ തട്ടിക്കൊണ്ട് പോയിട്ട് നിന്നെ വെളിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അതേ എനിക്കറിയാവൂ. ബഹളം ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ. ഇവിടെ നിന്ന് പോവാം. വേഗം ആ ഡ്രസ് എടുത്തിട്ടോ. വാസു, വാസു, move. Becky. Boleh dapat surat pelepasan. You kena pergi ward 3? What's your number? What? Sorry. The doctor number? Which doctor? Any doctor. What? Suresh doctor. Suresh. Okay, let me check. Okay. Ambulance. ബസ്. ഇവിടുത്തെ ആളെവിടെ? Diorang pergi ambil X-ray. ഫോൺ എടുക്കുന്നില്ല. വേഗം അങ്ങോട്ട് ചെല്ല്. Damn it. Are you okay, sir? Okay. അതിനുശേഷം എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ക്യാമറ. Lepas ini, diorang pergi ke tingkat 12. Since there is renovation happening, there's no camera up there. സബാഷ്. കൺമുമ്പിൽ നിന്ന് എസ്കേപ്പ് ആയത് ടൂ ബാഡ്. ഇവിടെ എന്താ നിങ്ങൾക്ക് ജോലി വിൻസെന്റ്? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് കുറച്ച് വലിയ കേസാണ്. ഏയ് വാട്ട്? എന്തിനാ ദേഷ്യപ്പെടുന്ന മാഡം? മോളിൽ നിന്നുള്ള ഓർഡർ ഇത്. ഇൻഡസ്ട്രിയലസ് മർഡർ കേസിൽ ഇവനും ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്.
ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസൊന്നുമല്ല. സോ നിങ്ങൾക്ക് പോവാം. ഇതാദ്യം ഒരു കളവ് കേസായിരുന്നു. ദൈവൻ ഞങ്ങളുടെ ആളെ അടിച്ചു. സോ ഇവനും ഇതും എന്റെ കേസ്. ലെറ്റ്സ് ഗോ. മൂവ്. പ്ലേറ്റ്. ഹലോ, എന്തായി? പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹം എവിടെ? എൻ്റെ കൂടെ ഉണ്ട്. എവിടെ ഉള്ള? ഓൾഡ് ഹാർബർ, നമ്മുടെ സ്ഥലം തന്നെ. ആനന്ദ് മക്രാന്ത് പറയുന്നു. നിങ്ങളെ കാണണമെന്ന്. ശരി, ഞാൻ ഉടനെ വരാം. എൻ്റെ വൈഫ് എവിടെയാ? പേടിക്കണ്ട, അവള് സേഫാണ്. നീ വീട്ടിലേക്ക് പോയിക്കോ, വൈകുന്നേരം വന്നോളൂ. വൈകുന്നേരോ? ഏയ് 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 നിക്ക്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇപ്പൊ വരാൻ പറ. വൈകുന്നേരം ഒന്നും പറ്റില്ല. ഇപ്പൊ ഉടനെ വരാൻ പറ. ആൾക്കാരുള്ള സ്ഥലത്ത് വരാൻ പറയണം. മെട്രോ സ്റ്റേഷനിൽ വരാൻ പറ. അടുത്ത സ്ട്രീറ്റിൽ ഒരു ഷൂട്ടൗട്ട് നടന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് പോയ 2 പേരാ. കമോൺ. വിൻസെന്റ് ഗ്യാങ് അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തണം. ക്രിമിനൽ റെക്കോർഡ്സിൽ നമ്മുടെ ആളോട് സംസാരിക്കേ. കെയും ആ ഡോക്ടറെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുക. ഓക്കെ. എവിടെയാ? ഞാനെത്തി. ആ, ഞാൻ കണ്ടു. ശരി, ഓക്കെ, ഇപ്പൊ വരാം. ഏയ്, ആരാ അയാള്? അയാളോട് തിരിച്ചു വരാൻ പറ. പറയട്ടെ. പോർട്ട് ബ്ലെയർ, നമ്മുടെ സ്ഥലം. രാത്രി. ഓക്കെ, രാത്രി ഒന്നും പറ്റില്ല. ഇപ്പൊ തന്നെ വരാൻ പറ. ഇപ്പൊ പോയ നമ്മൾ 3 പേരെ അവർ കൊല്ലും. മര്യാദയ്ക്ക് അവനോട് തിരിച്ചു വരാൻ പറ. അകത്ത് വെക്ക. അതാ അവര്. നിന്റെ ഭാര്യ നിനക്ക് ജീവനോടെ കാണുമെങ്കിൽ നീ ജീവിച്ചിരിക്കണ്ട. വാ. സ്റ്റിച്ച് ഇളകിയതാ. വാ, ആദ്യം അത് ശരിയാക്കണം. ആദ്യമുള്ള സ്ഥലത്ത് എന്നെ കൂട്ടിക്കൊണ്ടു പോ. അതിനുശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹാർബറിൽ എവിടെയാണെന്ന് പറയ. ബന്ധപുത്ര ഫ്ലോ ഫാക്ടറി. അതുവരെ ഞാനിത് താങ്ങില്ല. ആദ്യം എന്റെ വൈഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ആദ്യം നീ ഇതകത്തെടുത്ത് വെക്ക്. ഇപ്പൊ നീ എന്നെ രക്ഷപ്പെടുന്നതാണ് പ്രധാനം. എന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അതെ ചെയ്യും. വണ്ടി എടുക്ക്. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വിട്.
Bukan? Bukan orang kan? Bukan dia. Lagi satu yang tembak. Bukan dia. Tak, bukan dia ni. Bukan dia. Kalau perlu kena datang balik. Kasih detail. Okey, saya akan datang. ഡോക്ടറാണ് ഷൂട്ട് ചെയ്തത്. സോ ഈ കേക്കും ഡോക്ടർക്കും തമ്മിൽ എന്താ ബന്ധം? ആ ഡോക്ടർ കേക്കേനെ കടത്തിക്കൊണ്ടുപോയി. വാട്ട് യു മേക്ക് ഓഫ് ദാറ്റ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാം. സോ ടെൽ മീ. നത്തിങ്. ആ ഡോക്ടറെ പറ്റി ഒരു ക്രിമിനൽ റെക്കോർഡും ഇല്ല. വൈഫിന്റെ കൂടെ 10 ദിവസം മുൻപാ മലേഷ്യയിൽ വന്നത്. നോ റെക്കോർഡ്സ് ഓൺ ഹെർ ടു. നന്ദ, ഏജ് 26. കേക്കയോടൊപ്പം ജയിലുണ്ടായിരുന്നതാ. ഇവനും 2012 പുറത്തു വന്നത്. ഇവനിപ്പോ കേക്കയുടെ കൂടെ തന്നെയുണ്ട്. അടുപ്പമുള്ളവരോടൊക്കെ അന്വേഷിക്കും. നെയ്ബേഴ്സ്, കോളീഗ്സ്, ഓൾ. ഓക്കെ മാം. ഓക്കെ. ഐ വിൽ ടോക്ക് ടു മൈ സോഴ്സ്. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അന്വേഷിക്കട്ടെ. ഷുവർ. ചാവി. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെ? പറയുന്ന അനുസരിച്ചാ നിനക്ക് നല്ലതാ. മനസ്സിലായോ? കഴിഞ്ഞു. എനിക്ക് എങ്ങോട്ടാ പോന്നേ? ഹോസ്പിറ്റലിലെ നാറ്റം. കുളിക്കണം. കഥ തുറന്നു നോക്കിയേ. വാസു എത്രക്കാരനാണെന്ന് എനിക്ക് യാതൊരു അറിവില്ല.
ഇത് പണത്തിന് വേണ്ടി ചെയ്തതാണോ? ഡോക്ടർക്കും കേക്കിക്കും എന്താണ് ബന്ധം? ആദ്യം അവർ പോലീസിനെയാണ് അറ്റാക്ക് ചെയ്തത്. അത് ധീരതയോടെ ചെറുക്കാൻ ശ്രമിച്ച ഡോക്ടറെയും അവർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ഷോപ്പിംഗ് മാളിലെ ക്യാഷ് ലോക്കർ കൊള്ളടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവർ രണ്ടുപേരിൽ ആരെ കണ്ടാലും ദയവ് ചെയ്ത് പോലീസിൽ ഇൻഫോം ചെയ്യുക. ഇവർക്ക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതിനാൽ ശ്രദ്ധിക്കുക. Saya tidak tahu siapa macam ni. Kalau saya dapat tahu, saya akan. ഓക്കെ താങ്ക് യു. ഹലോ മാഡം, വാസുവാ സംസാരിക്കുന്നേ. നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടറാ. ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ വൈഫിനെ തട്ടിക്കൊണ്ടുപോയി. ഇയാളെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ വൈഫിനെ കൊന്നുകളയെന്ന് പറഞ്ഞു. വേറൊന്നും എനിക്കറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ കാം ഡൗൺ. അയാൾ നിന്റെ കൂടെ തന്നെ ഉണ്ടോ? ആ ഉണ്ട്. എവിടെ? ഞാൻ നിന്നെ സഹായിക്കണമെങ്കിൽ നീ എവിടെ ഉണ്ടെന്ന് പറയണം. ക്വിക്ക് വാസു. നമ്പർ 402 ദാമത്തെ ചെറിയ ബ്ലോക്കേ. ഓക്കെ ലിസൺ, ഞങ്ങൾ ഉടനെ വരും. അവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകരുത്, കേട്ടല്ലോ? ഹലോ. ശരി. ഓക്കെ. നമ്പർ 402 ബ്ലോക്ക് എ ടമൻഡസാരിയ. ഈ സ്ഥലം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ചും വിൻസെൻ്റ് ആൻഡ് ഗാങ്. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് എത്തണം. ഓക്കെ? അനങ്ങരുത്. എന്റെ വൈഫിനെ തട്ടിക്കൊണ്ടുപോയി. അല്ലാതെ എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീ ഞങ്ങളെ കുറേയിട്ട് ഓടിച്ചു. എന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവനെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞാ സാർ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എന്താ ഇത്? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല. ലെറ്റ് മീ റിമൈൻഡ് യു, ഇത് എന്റെ കേസാണ്. ആർ യു ഓക്കെ? ഇതെന്റെ വൈഫിന്റെയാ. ഇവരെ എന്റെ വൈഫിനെ തട്ടിക്കൊണ്ടുപോയത് മാഡം. നിനക്കൊരു
ആരാ ഇവളെ മുകളിലേക്ക് വിട്ടത്? ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാതെ മുകളിലോട്ട് കയറി വന്നതാ. ഇഡിയറ്റ്സ്. നിങ്ങളെല്ലാവരും താഴേക്ക് വെക്കൂ, ഞാൻ വന്നോളാം. ക്ലീൻ ഇറ്റ്. ഞാൻ ആ വീഡിയോ സേഫ് ആയിട്ട് കൊണ്ടുവയ്ക്കട്ടെ. തീർത്തേക്ക്. എന്നിട്ട് ക്ലീൻ ചെയ്യേ. നടക്ക്. ജാക്കറ്റ് എടുത്തിട്ട്. ശരി സർ. ഈ ഗണ്ണിങ്ങനെ പിടിച്ച് ശരിക്കും പിടിക്കേ. ഈ ഗണ്ണ് നീ പിടിച്ച് വാവ്, ഈ മേഡത്തെ നീ കൊന്നു കളഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടേയും ഷൂട്ട് ചെയ്യേണ്ട ഗതിയോട് ഞങ്ങൾക്ക് വന്നേ. എന്താ എങ്ങനെയുണ്ട് കഥ? സൂപ്പറായിട്ടില്ലേ? ആദ്യം ഇവനെങ്ങനെ തട്ടിയേക്കാം. ഇത് കണ്ടോടാ, ബോണസ്. ഇനി വേറെന്താ ഉള്ളേ? ഇതുപോലെ എത്ര സേഫ് ഉണ്ട്? സുഖ ജീവിതം അല്ലേ? വേറെ എടുക്കട്ടെ? പോടെ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. പറ, എന്താ ഇവിടെ നടക്കുന്നത്? ആരാടാ നിങ്ങളൊക്കെ? പറ. അത് നീയല്ലേ പറയണ്ടേ? കുറച്ചു നേരം കഴിയുമ്പോ ഇവിടെ പോലീസ് മുഴുവൻ വളയും. അവര് ചോദിക്കുമ്പോ നീയെ പറഞ്ഞില്ലെങ്കിൽ അടുത്ത വായില്ല. ഓക്കേ ഓക്കെ ഓക്കെ. ഞങ്ങൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. എല്ലാവരും കാറ്റഗറിയാ. അതാരാ? ഞങ്ങളുടെ ആള് തന്നെ. അത് വേറെ ഗ്രൂപ്പ്. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ആൾ? ചില സമയത്ത് ക്ലയൻസിന് എക്സ്ട്രാ സർവീസ് കൊടുക്കും. എന്ത് സർവീസ്? എല്ലാം ഉണ്ട്. നിങ്ങൾക്കും അറിയാം. ഇൻഡസ്ട്രിയൽസ് നിങ്ങൾക്കുള്ള ബന്ധം? അവരുടെ ഭയം ഞങ്ങൾ ഹയർ ചെയ്യുന്നേ.
അയാളുടെ സ്വത്തുക്കൾ സ്വന്തം മകൻ എഴുതി കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് വിൽപ്പത്രം മാറ്റി എഴുതിപ്പിച്ചു. ഫൈനൽ വിൽ. വിൻസെന്റ് ചെയ്ത ഈ മർഡർ ഒരു ലാഭമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിന് ആനന്ദ് മക്കായുടെ അടുത്ത് ആ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ സേഫ് മോഷ്ടിക്കാൻ ഒരാളെ ചോദിച്ചു. അയാൾ നിങ്ങളെ അയച്ചത്. ഇവിടെ വെയിറ്റ് ചെയ്യും. ആ ലോക്കറിൽ നിന്റെ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നിന്നവിടെ വരുത്തിയത്. സോ അങ്ങനെ അയാളുടെ കൊലയാളി നിങ്ങളായി മാറും. അതായിരുന്നു ലക്ഷ്യം. അവിടെ വെച്ച് നിങ്ങളെയും കൊന്നിട്ട് ആ മർഡർ നിങ്ങളുടെ തലയിലാക്കാനായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു. വിൻസെന്റിനും ആനന്ദ് മക്കായ്ക്കും തമ്മിൽ എന്താ ബന്ധം? അതെന്ത് വീഡിയോ ആയിരുന്നു? അവിടെ ഓഫീസിലൊരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ടായിരുന്നു. കേസ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ആ വീഡിയോ അവിടെ നിന്ന് എടുത്തു. നിങ്ങളെ കൊന്നിട്ട് ആ വീഡിയോ വെച്ച് ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മകന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനായിരുന്നു അവരുടെ പ്ലാൻ. അവരെന്ന് വെച്ചാ വിൻസെന്റ്, ആനന്ദ് മക്കായി. ആ വീഡിയോ ഇവിടെ ഉണ്ട്. മേ ബി ഒരു ഫ്ലാഷ് ഡ്രൈവില് വിൻസെന്റിന്റെ കയ്യില്. എനിക്ക് ഒന്നും അറിയില്ല. ഈ സ്ഥലം നിനക്ക് എങ്ങനെ അറിയാം? പോലീസ് വന്നിട്ടുണ്ട്. കെയും ഡോക്ടറും ചേർന്ന ആ മേഡത്തെ കൊന്ന് നമ്മുടെ ആൾക്കാരെ അവൻ കീഴ്പ്പെടുത്തി വെച്ചേക്കുക. ആനന്ദ് മക്കായി, വേറെ ആരുമില്ല. നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുക. അയാള് നിങ്ങളുടെ ആളെയും ആ പെണ്ണിനെയും കാണാൻ പോയിരിക്കുക. പെണ്ണോ? ഏത് പെണ്ണ്? എന്റെ വൈഫാണോ? എന്റെ വൈഫാണോന്ന്? എവിടെയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണെന്ന് നിന്നോട് ചോദിച്ചത്? എവിടെയാണെന്ന് പറയാൻ മര്യാദയ്ക്ക് പറഞ്ഞു. എവിടെയാ അവള്? ചോദിച്ചത് കേട്ടില്ലേ? താഴെ നിന്ന് വരുന്നവരോട് ചോദിക്കേ. പ്ലീസ് പറയടാ.
ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അതിൽ ഓടി. No! Idiot! Shit! Move!
മുമ്പിലത്തെ കോച്ചിലേക്ക് പോയിട്ടുണ്ട്. വീട്ടരുത് അവനെ. അടുത്തേക്ക് വരരുത്. വേണ്ട വാസു, അടുത്തേക്ക് വരരുതെന്നാ പറഞ്ഞത്. വാസു കൊല്ലും ഞാൻ. വാസു വേണ്ട വാസു, പുറകോട്ട് പോനാ പറഞ്ഞത്. ചെയ്യുന്നത് ശരിയല്ല. പുറകോട്ട് പോ. ഓക്കെ, പോ. അടുത്തേക്ക് വരരുത്. ഓക്കെ. പുറകോട്ട് പോ. കൊല്ലും ഞാൻ. പുറകോട്ട് പോ. പുറകോട്ട് പോവാൻ. Sorry. I'm so sorry. Please, I'm sorry. Please take care. Please take care. വിണ്ടി പോരുത്. ഗണ്ണിലെ ഫിംഗർ പ്രിന്റ്സ് ക്ലീൻ ചെയ്തിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത്. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല. Sorry. Right now eye contact. Tunggu, jangan masuk. Case is gone out of proportion. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട. ആ 2 പേരെ ഉടനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. എന്തു തന്നെ ആയാലും ശരി, ഇന്ന് തന്നെ അതുണ്ടാവണം. ഈ കേസ് ഞങ്ങൾ ഈ കേസിൽ മാഡത്തിന് കൂടെ വർക്ക് ചെയ്തിരുന്നവരാ. ആ ഡോക്ടർ മാഡത്തിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് അവരങ്ങോട്ട് ചെന്നത്. സോ ഇഫ് യു അലോ us to ഹലോ, ഞങ്ങളോട് ഇൻഫോം ചെയ്യാതെ വന്നതല്ലേ? കണ്ടില്ലേ ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിങ്ങളുടെ ടീമിന് പറ്റിയ കേസല്ല ഇത്. ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. ഐ വാണ്ട് യു പീപ്പിൾ. വിൻസെന്റ്, നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. കൽപ്പന എൻ്റെ കൊളീഗ് കൂടിയാണ്. എടുത്തു ചാടി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത്. സാവകാശം വേണം. വിൻസെന്റ് വിൽ ഹാൻഡിൽ ദി കേസ് ഫ്രം യു. ഓക്കേ? പോലീസുകാരെ കൊന്നിരിക്കുന്നത്. ഗെറ്റ് ദം ക്വിക്ക്. സർ, ആവശ്യം വന്ന ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷൂട്ട് ദം. ഓക്കേ? ഷുവർ സർ, വി ആർ ഓൺ ഇറ്റ് കംപ്ലീറ്റ്ലി. ട്രസ്റ്റ് മീ സർ, വിൽ ഗെറ്റ് ദോസ് ബെഗേഴ്സ്. ഇനി കള്ളനും പോലീസും കളി മതിയാക്കാം. ഹാർബറിലുള്ളവരോട് അലർട്ട് ആകാൻ പറ. ആനന്ദ് മക്കയോട് സംസാരിക്കേ. കേക്ക് കോണ്ടാക്ട് ചെയ്ത ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ഡോണ്ട് വറി, വിൻസെന്റ് അവരെ കണ്ടെത്താം. നമുക്ക് പോവാം. ഇല്ല, ഞാൻ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് വരാം. ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും ആഘോഷിക്കുന്ന ഒന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ. വർണ്ണാഭമായ പല പരിപാടികളും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നന്ദ എവിടെ? അവനിവിടെയുണ്ട്. വെളിയിൽ വാ. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. കലവാ
ആതിര എവിടെ? എന്റെ വൈഫ് എവിടെയാന്ന്? എന്താ ഇത്? എന്റെ വൈഫ് എവിടെയാ? നിനക്ക് വേണ്ടി ഇവരല്ലേ ആതിരെ തട്ടിക്കൊണ്ടു പോയത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് എന്നെ വേണം കൊല്ലാൻ. എന്റെ വൈഫിനെ എവിടെയാ കൊണ്ടുപോയിരിക്കുന്നത്? അവക്ക് എന്താ പറ്റിയത്? മര്യാദയ്ക്ക് പറഞ്ഞു. നിന്റെ ഭാര്യ ജീവനോടെ തന്നെ ഉണ്ട്. നിനക്കെങ്ങനെ അറിയാം? പ്ലീസ് പറയാ. ഞാനും നീ കൊടുക്കുന്നവരെ അവളെ കൊല്ലില്ല. നാളെ ഹസ്ബൻഡ് മരിച്ച വാർത്തയറിഞ്ഞ് ആ ഷോക്ക് താങ്ങാനാവാതെ ജനൽ വഴി പുറത്തേക്ക് ചാടി സൂയിസൈഡ് ചെയ്യാൻ പോവാ. പക്ഷെ സാർ, അവള് ഷീസ് പ്രഗ്നന്റ്. സോ ആ പെൻഡ്രൈവിലുള്ള വീഡിയോ എന്റെ കയ്യിലെത്തണം. അത് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഉള്ളത്. മുഴുവൻ പോലീസുകാരും നമ്മളെ അന്വേഷിക്കുക. നമ്മളെങ്ങനെ അകത്ത് പോവും? You tahu dilarang merekos ini kan? Vasu didn't do anything wrong. Huh? My husband didn't Do anything. Shut up! പ്രഭാത പരിപാടികളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് മലേഷ്യയിൽ പലവിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും നടന്നു വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും അക്രമകാരികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന അന്തർദേശീയ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ നേരിൽ കാണുവാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് വരുന്നുണ്ട്. കൊടും ക്രിമിനലായിരുന്ന കെയുടെ വലങ്കയ്യായിരുന്ന നന്ദ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. നന്ദ കെയുടെ സഹോദരനാണെന്ന് പോലും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചു വരുന്ന കെയും ഡോക്ടറും എത്രയും വേഗം പോലീസിന്റെ വലയിൽ വീഴുമെന്ന വിശ്വാസത്തിലാണ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലോക്കപ്പ് ഒക്കെ ഫുള്ളായിരിക്കുന്നുണ്ടാണോ ഇങ്ങനെ? വേഗം എല്ലാം ക്ലിയർ ചെയ്തേക്ക്. ഓക്കെ.
കറക്റ്റ് അഡ്രസ് തന്നെയല്ലേ? ഷോ ഓക്കെ. അതൊരു കൺഫ്യൂസ് കേസ്. ഞാൻ പോവാ. എവിടെ? ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ജോലി ഇവിടെ ഉണ്ട്. നീ ഇവിടെ ഇരിക്കേ. വളരെ പ്രധാനപ്പെട്ടതാ, എനിക്ക് പോയേ പറ്റൂ. അതൊന്നും എനിക്കറിയണ്ട, നീ ഇവിടെ ഇരുന്നേ പറ്റൂ. നമ്മുടെ കൽപ്പന മാഡത്തിന് ഇൻഫോർമർ നടത്തുന്ന ഫോൺ വന്നേ. KKയും അനന്ത് മക്കായുമാണ് ഇതിന്റെ പിന്നിലെന്ന് കൺഫേം ആയിട്ടുണ്ട്. KK ഇന്നു തൊട്ട് നമ്മുടെ കേസല്ല. അറിയാം, അതുകൊണ്ട് എനിക്കും അവരെ അടിച്ചു കൊല്ലണമെന്നാ തോന്നുന്നേ. പക്ഷെ പോലീസിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നേ. യൂസ്ലെസ്. എന്നാൽ ഇത് നമ്മുടെ കേസല്ല, വിൻസെന്റിന്റെ കേസാ. അല്ലെങ്കിൽ തന്നെ അവനുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ചീഫ് ആണെങ്കിൽ ഇവിടെ ഇല്ല. വേണ്ട, ചെന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്ക. റൂം എവിടെ? Sebelah kiri. Kapitan Das. Jom. ഞാൻ പോയി ആദ്യം നോക്കാം. ഇത് വെച്ചോ, എനിക്ക് ഉപകാരപ്പെടും.
ഒരു വഴി കാണിച്ചു പ്ലീസ്. ഞാൻ പറയട്ടെ. നോ 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 പ്ലീസ്, എന്നെ അവളുടെ കൂടെ വിടരുത്. എന്നെ വിടരുത്. പ്ലീസ് ഹെൽപ്പ് മീ. നോ ഹെൽപ്പ് മീ. ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. എന്റെ കൈവലൊന്നൊന്ന് അഴിക്ക്, എന്നിട്ട് നിങ്ങൾ ചോദിക്കും, ഞാൻ പറയാം. Get back. Okay. No, no, leave me. No, leave me, please. Don't move. Okay. Get the cuff. Get the cuff. Bangun. Get up. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടാ പോലീസ് സ്റ്റേഷനകത്ത് കയറി ഒരു പോലീസുകാരനെ കൈവെക്കാൻ? ഞങ്ങളെ കുറിച്ച് നീ എന്താടാ കരുതിയേ? Bloody bastard. Oh my god. Oh my god. So please. Shut up. God, Sial. Kau ingat you boleh lari? Sekarang dah bunuh you punya anak. Move, move.
Sorry, I'm Access granted. സത്യമായിട്ടും ഞാനല്ല. ആ ഫോട്ടോ കാണുന്നതാണോ ചെയ്തത്? എന്നെ ഷൂട്ട് ചെയ്തിട്ട് നിനക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. ഇത് നോക്ക്, നിന്റെ അനിയനെ ഞാനല്ല കൊന്നത്, വിശ്വസിക്കേ. അവനായിട്ട് ഇടയിൽ കയറി വന്നതാ. ആ പെണ്ണിനെ രക്ഷിക്കുന്നതിനിടയിലാ സംഭവിച്ചത്. പ്ലീസ്, വി കൻ ഹാവ് എ ഡീൽ. നിനക്കും ഷെയർ തരാം. എന്തു പറയുന്നു? നിനക്കിപ്പോഴും ഒരു മാറ്റമില്ലടാ. എന്താ ഇവിടെ നടക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ല ആതിര. ആതിര, അവളെ എത്ര വേഗം ഡോക്ടറെ കാണിക്കും. I want to be with her. ആതിര, let me be with her. Let me be with her.
Shut up and go. Please, or I will kill you. Don't be panic. ആരത്? Where is it? സർ, ആ ഡോക്ടറെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. This is my case. ഇവനാണ് കുറ്റവാളി. No, I don't think so. എന്താ നടന്നത് വാസു? നിന്റെ അമ്മ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചതാ. നിങ്ങളുടെ പേരക്കുട്ടി ഇപ്പൊ എന്താ പഠിക്കണേ? നാനാജി, അച്ഛൻ എവിടെയാ? അപ്പുറത്തുണ്ടോ നോക്ക്. നന്നായിട്ടുണ്ടായിരുന്നു. ഹായ് അങ്കിൾ, അച്ഛൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പുറത്തു പോയിരിക്കുക. സോറി അനിയമ്മാവേ. അനിയൻ വാവയോ? അപ്പൊ അനിയത്തി വാവ വേണ്ടേ മോൾക്ക്? എനിക്ക് രണ്ടുപേരെയും വേണം. അച്ഛാ, ബൈ. See you. ബൈ, താങ്ക്സ്. അച്ഛൻ മേളില് ടിവി വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കൊച്ചു ടിവി കാണണം. എന്തിനിപ്പോ ടിവി? അടി വാങ്ങുന്നി. നോട്ട് ടുഡേ.
ചോക്ലേറ്റ്. ഇൻഡസ്ട്രിയലിസ്റ്റ് ഐസക് കൊലയുമായി ബന്ധപ്പെട്ട് വിൻസെന്റിന് 16 വർഷ കഠിന തടവിന് കോടതി വിധിച്ചിരുന്നു. ഇതിനിടയിൽ വിൻസെന്റ് 2 ദിവസം പരോളിന് അപേക്ഷിച്ചിരുന്നു. നല്ല നടപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തിന് പരോൾ ലഭിച്ചു. ഏകദേശം 7 വർഷങ്ങൾ ജയിൽവാസം കഴിഞ്ഞ് പരോൾ നേടിയ വിൻസെന്റ് ഇന്ന് രാവിലെയാണ് ഈ ഹോട്ടലിൽ താമസിക്കാനായി എത്തിയത്. എന്നാൽ 2 മണിക്കൂറിന് മുൻപ് അദ്ദേഹം മരണമടഞ്ഞതായാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. വാതിലുകൾ തകർത്ത് പോലീസ് അകത്തു ചെന്നപ്പോൾ കണ്ടത് ഒരു കൈയിൽ തോക്കും തലയിൽ വെടിയേറ്റ നിലയിലുമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് കരുതുന്നുവെങ്കിലും അന്വേഷണം 4 ദിക്കിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിൻസെന്റ് പിടിക്കപ്പെടാൻ പ്രധാന കാരണക്കാരൻ പോലീസ് പല കേസുകളിലും അന്വേഷിച്ചു വരുന്ന KK ആണ്. KK എവിടെയാണെന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല. ആരാത്? ഹായ്, ആരുടെ ഗിഫ്റ്റാ? വെരി നൈസ്. Okay. Nothing to worry. ആരാ വന്നത്? Friend. You all right? Absolutely fine. തീക്കടൽ താണ്ടി നാം പായും മമ്പായി ദൂരെ നിന്നും പടവുകൾ ഏറി നാം മേലെ മേലെ. വാനമേ പെയ്യുമോ, വാതിൽ നീക്കി ഞങ്ങളിൽ ദാഹം തീർക്കുമോ, പെയ്തുവ മേലെ മേലെ. നേട്ടങ്ങൾ കൊയ്തവൻ എല്ലാം സാധാ മനുജനെ, ദേശത്തെ വാണവൻ മുന്നേ ആരോ ഒരുവനെ. ഏറിവ നേടിവ, കാരണം ഏതും കൂടെയില്ലാതെ ഏറിവ നേടിവ. ഏറിവ നേടിവ, തോക്കുകൾ 100 വന്നാലും ശക്തനായി ശത്രു നിന്നാലും നേരിടും വിജയമേ. ഉയരം താണ്ടിടാം ഗോ ഗോ ഗോ, വിജയം നേടിടാം ഗോ ഗോ ഗോ. ഉലകം ചുറ്റിടാം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടാം ലക്ഷ്യം നേടിടാം. ഉയരം താണ്ടിടാം ഗോ ഗോ ഗോ, വിജയം നേടിടാം ഗോ ഗോ ഗോ. ഉലകം ചുറ്റിടാം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടാം ലക്ഷ്യം നേടിടാം. എലി പോലും മല താണ്ടും, ചെറുപക്ഷി കടൽ താണ്ടും, ആകാശം വഴി തോണ്ടും, നമ്മൾ കാമഞ്ഞും തൂവും. തീക്കടൽ താണ്ടി നാം പായും മമ്പായി ദൂരെ നിന്നും പടവുകൾ ഏറി നാം മേലെ മേലെ. നേട്ടങ്ങൾ കൊയ്തവൻ എല്ലാം സാധാ മനുജനെ. ഏറിവ നേടിവ, കാരണം ഏതും കൂടെയില്ലാതെ ഏറിവ നേടിവ. ഏറിവ നേടിവ, തോക്കുകൾ 100 വന്നാലും ശക്തനായി ശത്രു നിന്നാലും നേരിടും വിജയമേ. ഉയരം താണ്ടിടാം ഗോ ഗോ ഗോ, വിജയം നേടിടാം ഗോ ഗോ ഗോ. ഉലകം ചുറ്റിടാം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടാം ലക്ഷ്യം നേടിടാം. ഉയരം താണ്ടിടാം ഗോ ഗോ ഗോ, വിജയം നേടിടാം ഗോ ഗോ ഗോ. ഉലകം ചുറ്റിടാം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടാം ലക്ഷ്യം നേടിടാം. എലി പോലും മല താണ്ടും, ചെറുപക്ഷി കടൽ താണ്ടും, ആകാശം വഴി തോണ്ടും, നമ്മൾ കാമഞ്ഞും തൂവും.
never give it up. പാതിയിൽ വിട്ട് പാത മാറിപ്പോയോരാരും ലക്ഷ്യമൊന്നും നേടിയതില്ല. ഒരു ലക്ഷ്യം പൂർണ്ണത നേടണം, ഒരു ജന്മം സാർത്ഥകമാകണം. അടസേസേ ഭയത്തിനു നോവേ, അടസേസേ തോൽവികൾക്ക് നോവേ, അടസേസേ മൃദുക്കിനി നോവേ, സേസേ ഉയർച്ചയ്ക്ക് ജയ് ജയ്. ഏറിവാ നേടിവാ, കാരണം ഏതും കൂടെയില്ലാതെ. ഏറിവാ നേടിവാ, ഏറിവാ നേടിവാ. തോക്കുകൾ 100 വന്നാലും ശക്തനായ ശത്രു നിന്നാലും നേരിടും വിജയമേ. ഉയരം താണ്ടിടാം ഗോ ഗോ ഗോ, വിജയം നേടിടാം ഗോ ഗോ ഗോ, ഉലകം ചുറ്റിടാം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടാം ലക്ഷ്യം നേടിടാം. ഉയരം താണ്ടിടാം ഗോ ഗോ ഗോ, വിജയം നേടിടാം ഗോ ഗോ ഗോ, ഉലകം ചുറ്റിടാം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടാം ലക്ഷ്യം നേടിടാം. എലി പോലും മല താണ്ടും, ചെറുപക്ഷി കടൽ താണ്ടും, ആകാശം വഴിതോടും, നമ്മൾ താമഞ്ഞും തൂവും. എലി പോലും മല താണ്ടും, ചെറുപക്ഷി കടൽ താണ്ടും, ആകാശം വഴിതോടും, നമ്മൾ താമഞ്ഞും തൂവും.